മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വ്യക്തിഗതമായി നമ്മോട് തന്നെ നാം ഒന്ന് ചോദിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യവും എന്താണ്? നമ്മൾ ആദ്യം മറുപടി പറയും, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾക്ക് ഒന്നായിട്ട് പരിമിതപ്പെടുത്താനായിട്ട് പറ്റില്ല. ഒരു പരിധിവരെ മനുഷ്യ ജീവിതത്തിൻ്റെ സമാധാനവും സംതൃപ്തിയും നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ്. ആധ്യാത്മികത എന്നുള്ള വാക്ക് വളരെ വികലമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥമായ ആധ്യാത്മികത എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പിതാക്കന്മാരുടെ എഴുത്തുകളും പഠിപ്പിക്കലുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ദൈവഹിതം അറിയുന്നതും അത് നിറവേറ്റാൻ ശ്രമിക്കുന്നതുമാണ് ആധ്യാത്മികത. പക്ഷേ ഇന്ന് ആധ്യാത്മികത ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നേടിയെടുക്കാനുള്ള ഒരു മാർഗമായി തീർന്നിരിക്കുക. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും, ബാക്കി പറയാമോ, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം? അപ്പോൾ ഒരായുസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിലും പരമപ്രധാനമായിട്ടുള്ളതിനെ ധന്യമായി ശ്രേഷ്ഠമായി നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആയുസ് പാഴായി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ആധ്യാത്മികത എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു യഥാർത്ഥമായ കാഴ്ചപ്പാടും അനുഭവവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ദൈവഹിതം ജീവിതത്തിൽ അറിയുക എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിൽ ദൈവപ്രസാദകരമായ, ദൈവത്തിന് പ്രീതികരമായ, ദൈവത്തിന് ഹിതകരമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ വൈദികര് അംശവസ്ത്രം ധരിക്കുമ്പോൾ, ഈ കാപ്പ ശുശ്രൂഷക്കുപ്പായം മുതൽ ഈ അംശവസ്ത്രം ധരിക്കുമ്പോൾ ഓരോന്നിനും ഓരോ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ചുകൊണ്ടാണ് ഓരോന്നും ധരിക്കുന്നത്. ഈ വലത് കൈയിലുള്ള കൈയുടെ ഉറ ധരിക്കുമ്പോൾ അതിനൊരു നീണ്ട പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് അത് ഇടുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. നിന്റെ വലത് കൈ എനിക്ക് സഹായമായിരുന്ന് നിന്റെ ശിക്ഷണത്തിൽ എന്നെ നടത്തണം. വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വലത് കൈ സഹായമാകണം. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിന്റെ വലത് കൈ എനിക്ക് സഹായമായിരിക്കണം. സഹായമായിരുന്ന് നിന്റെ ശിക്ഷണത്തിൽ എന്നെ വളർത്തണം, എന്നെ നടത്തണം. അപ്പോൾ ഒരു ആധ്യാത്മിക ദൈവപ്രസാദമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളരുക, നടക്കുക, ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തിരുവചന വായന എന്ന് പറയുന്നത്
ഒരു കർമ്മം തികയ്ക്കുക എന്നുള്ളതല്ല. നമുക്കിതെല്ലാം ഇന്ന് ചില കർമ്മങ്ങൾ തികയ്ക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അന്തസ്സത്തെയും അതിൻ്റെ ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപ്രസാദകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളരുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പറയുന്നൊരു വാക്യം ഞാൻ വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30, 31, 29, 30, 31 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പിന്നെ അവരെ ഉപമിച്ചിരിക്കുന്ന 2-3 ഉപമകളുണ്ട്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളരുക എന്നുള്ളത് ദൈവശക്തിയിലുള്ള വളർച്ചയാണ്. അത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ആന്തരിക മനുഷ്യന്റെ ബലപ്പെടലാണ്. പുറമേ ഉള്ള മനുഷ്യൻ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പുറമേ ഉള്ള ഞങ്ങളുടെ മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ള മനുഷ്യൻ ബലപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന, നിഷ്ഠയോടും ചിട്ടയോടും ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കാളിയാകുന്ന ഒരാളിൻ്റെ ആന്തരിക മനുഷ്യൻ ബലപ്പെടും. അത് യഹോവയെ കാത്തിരിക്കുന്നവർക്കുള്ള ശക്തി എന്ന് പറയുന്ന ഇതാ. ദൈവത്തിൻ്റെ വലത് കൈക്ക് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളരുക. അതുകൊണ്ട് ഇന്ന് നമുക്ക് ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മളേറെ ബദ്ധശ്രദ്ധാലുക്കളാണ്. ദൈവം തന്നൊരു ജീവനും ജീവിതവും ഉണ്ട് എന്നും ആ ജീവിതത്തെ ദൈവപ്രസാദകരമായി നിലനിർത്താൻ ഉള്ള ഒരു ശ്രമം പഴയ തലമുറയ്ക്ക് പട്ടിണിയുടെ നടുവിലും പരിമിതികളുടെ നടുവിലും പ്രാരാബ്ദങ്ങളുടെ നടുവിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ അവരേറ്റവും ഊന്നൽ കൊടുത്തിരുന്നത് ഈ ദൈവശക്തിയിൽ ബലപ്പെടുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആധുനിക മനുഷ്യൻ ജീവിത സുഖ സൗകര്യങ്ങളുടെ പുറകെയുള്ള പരക്കം പാച്ചിലിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ആന്തരിക മനുഷ്യൻ്റെ ശോഷണമാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ആശാസ്യമല്ലാത്ത പ്രവണതകളും പ്രവർത്തനങ്ങളും വ്യാപകമായി വരുന്നതിൻ്റെ കാരണം ദൈവശക്തി ഉള്ളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നന്മയും തിന്മയും നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതിലേതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് ദൈവത്തിന് സ്വീകാര്യകരം, ഏതാണ് ദൈവത്തിന് ഹിതകരമല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെയും തിന്മയെ ചെറുത്തും വെറുത്തും നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ ബലഹീനതയാണ് എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ദൈവകൃപയിൽ ദൈവശക്തിയിൽ ബലപ്പെടുക. നമ്മൾ നോയമ്പ് നോക്കുന്നതും നമ്മൾ ആരാധനയ്ക്ക് വരുന്നതും നമ്മൾ എല്ലാ ആത്മീക കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒന്നാമത്തെ നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ആന്തരികമായി ആത്മീകമായി ഒരു ബലവും ശക്തിയും നേടിക്കൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ ജീവിതത്തെ നയിക്കാൻ ഉള്ള ശ്രമമാക്കി തീർക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ.